നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 2 മാസം മുമ്പുള്ള വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയുടെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ഇപ്പോഴാട്ടോ ഇടാനായിട്ട് പറ്റിയത്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സമ്മർ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണേ. നമ്മൾ പോയപ്പോൾ തന്നെ സമ്മർ ഫെസ്റ്റ് തീരാറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തിരക്കും വളരെ കുറവായിരുന്നേ. വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 10 മണി വരെയായിരുന്നു കേട്ടോ ഇതിൻ്റെ സമയം. നമ്മളൊരു 7:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും 10 മണിയൊക്കെ ആയിട്ടോ. ഒരാൾക്ക് 100 രൂപയാണേ. നമ്മളവിടെ പോയി കുറേ ലൈറ്റും വെട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കാശിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവൻ ഓടിക്കയറി പോയേ. ആദ്യം നമ്മൾ ഈ ഫസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പിള്ളേർക്കുള്ള ഐറ്റംസ് ആട്ടോ എല്ലാം. 2-3 തടാകങ്ങളും പിന്നെ ആനിമൽസും കുഞ്ഞു കുഞ്ഞു വീടുകളും കുഞ്ഞു കുഞ്ഞു മരങ്ങളും മലകളും പൂക്കളും അങ്ങനെ ഒത്തിരി സാധനങ്ങളാട്ടോ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സാധനങ്ങളിലൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവർ അവിടെ നിൽപ്പുണ്ടേ. കാശിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അവനവിടെ മാറി മാറി നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നേ. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നെല്ലാം കണ്ടിട്ടാട്ടോ പോയത്. ഈ ഫെസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ പോയിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും ഒത്തിരി നേരം നിന്ന് കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അതുപോലെ തിരക്കായിരുന്നേ. പിന്നെ കാശിയുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാശി ഭയങ്കര ഹാപ്പിയാണ്. ചാടി ഓടിയാട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങൾ പോയത് മത്സ്യകന്യകയുടെ അടുത്തേക്കാട്ടോ. ഈ മത്സ്യകന്യനെ കാണാൻ നല്ല രസമാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. നേരിട്ട് കണ്ടാൽ സൂപ്പറാട്ടോ. ഇവിടെ ആട്ടോ ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. കാശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുമ്പോൾ അവർ നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവർ മുകളിലേക്ക് പോകും കേട്ടോ ശ്വാസം വിടാനായിട്ട്. 2 പേരാണ് ഉണ്ടായിരുന്നത്. കാശിനെ ചില്ലിൻ്റെ അകത്തോടെ പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാശിക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടെ. കാശി മാത്രമല്ല കേട്ടോ, ഒരുപാട് പിള്ളേരുണ്ടായിരുന്നേ. എല്ലാ പിള്ളേരും ഭയങ്കര അത്ഭുതത്തോടെ കേട്ടോ അതൊക്കെ നോക്കി നിൽക്കുന്നത്. കാശി ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാശി മാത്രമല്ല കേട്ടോ, ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. ഫെസ്റ്റ് തുടങ്ങുന്നത് 4 മണി, വൈകിട്ട് 4 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. അതുവരെയാണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഓരോ ദിവസം ഓരോ ആൾക്കാർ മാറി മാറി കേട്ടോ വരുന്നത്. നമ്മുടെ കസിൻസൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അവർ വന്നപ്പോൾ ഇവരല്ലായിരുന്നു കേട്ടോ. ഈ മത്സ്യകന്യകമാരുടെ അടുത്തായിരുന്നു കേട്ടോ കൂടുതലും തിരക്ക്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ ഇവിടെ വരുന്നുണ്ടായിരുന്നേ. അവരതിനെല്ലാം നിന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ. അത്ഭുതം അതൊന്നും അല്ല കേട്ടോ. ഇത് ഇവരെന്തോരം വെള്ളത്തിൽ കിടന്നിട്ടോ അവരെ മുടിയൊന്നും നനയുന്നില്ല കേട്ടോ. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ലേ. കണ്ടോ മുടിയൊക്കെ ഇരിക്കുന്നതുണ്ടോ. നല്ല ഉണങ്ങി നനയാത്ത രീതിക്കാട്ടോ മുടിയൊക്കെ ഇരിക്കുന്നത്. ഒരു ഫിഷ് പോലെ തന്നെ. ഒരു ഫിഷ് എന്തൊക്കെ കാണിക്കുന്നു അതുപോലെ തന്നെ കേട്ടോ അവർ കാണിക്കുന്നതും. കാശിയോട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല കേട്ടോ. അവൻ കുറേ നേരം അവിടെ നിന്നേ. കണ്ടില്ലേ കൈയൊക്കെ പിടിച്ചിരിക്കുന്നത്. പിള്ളേരുമായിട്ടാട്ടോ കൂടുതലും അവർ ഹായ് കൊടുക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും എല്ലാം. കണ്ടോ പിള്ളേരൊക്കെ ഭയങ്കര ആകാംക്ഷയോടെയാണ് നോക്കിയിരിക്കുന്നത്. അവരിങ്ങനെ ഫിഷ് പോലെ കറങ്ങി വരുന്നത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. കാശി അവിടെ കിടന്ന് തുള്ളി ചാടുന്നുണ്ടായിരുന്നേ. പിന്നെ അപ്പുറത്തെ ജില്ലയിലേക്ക് അവർ പോകുമ്പോൾ ആ പിള്ളേരൊക്കെ ഇപ്പുറത്ത് വരും കേട്ടോ. അങ്ങനെ കേട്ടോ കണ്ടോ അവൻ കിടന്ന് തുള്ളി ചാടുന്നുണ്ടോ. കൈ കൊട്ടി കേട്ടോ തുള്ളി ചാടുന്നേ. പിന്നെ ഞങ്ങളെല്ലാവരും എടുത്തു കേട്ടോ. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടേ. ഈ സമ്മർ ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള ഐറ്റംസൊക്കെ ഉള്ളത് പിള്ളേർക്കാട്ടോ. കളിക്കാനും കാണാനും വണ്ടി കയറാനും എല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ ഒത്തിരി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നാളെ ഇനി മത്സ്യകന്യകയുടെ അടുത്ത് പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഫെസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാട്ടോ ഫെസ്റ്റിൽ പോകണമെന്ന്. പക്ഷേ അന്നൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര മഴയായതുകൊണ്ട് പോയില്ല കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഫെസ്റ്റ് കാണാൻ പോകാമെന്നുള്ള ഇതിലല്ല കേട്ടോ പോയത്. പിന്നെ നമ്മൾ ടൗണിൽ പോയി കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, സമയം കഴിയുമോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയതാട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ ചെന്ന ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് ചെന്നത്. അപ്പം തിരക്കും കുറവായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയേ. വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഫെസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 2 മത്സ്യകന്യകമാരെയായിരുന്നേ. കഴിഞ്ഞ വർഷവും നമ്മുടെ ടൗണിൽ ഇങ്ങനെ ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ മീനുകളായിരുന്നു കേട്ടോ. ഒത്തിരി വെറൈറ്റി മീനുകളായിരുന്നേ. അപ്പം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ കാശി ചെറുതായിരുന്നേ. അപ്പോൾ കാശിക്ക് അതൊരു പാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിഷിൻ്റെ. ഇതാദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവന് ഭയങ്കര അത്ഭുതമായിരുന്നേ. അങ്ങനെ കുറച്ച് അധികം നേരം നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ. പിന്നെ കാശിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചേ. മത്സ്യകന്യകയ്ക്ക് ടാറ്റയും കൊടുത്തിട്ടോ അവൻ പോയത്. പിന്നെ കളിപ്പാട്ടം സെക്ഷനിലേക്കാണ് പോയത്. ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നേരെ പോയത് വലിയ വെള്ളച്ചാട്ടത്തിലേക്കാട്ടോ. നയാഗ്ര വെള്ളച്ചാട്ടമായിരുന്നേ. ഓ കാശി കണ്ടോ ഭയങ്കര അത്ഭുതത്തോടെ കേട്ടോ നോക്കുന്നത്. ഞങ്ങളും ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം അവൻ അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ, ഇത് ഒറിജിനൽ വെള്ളച്ചാട്ടമാണോ. നമ്മൾ പകൽ സമയത്ത് വന്നാൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ രാത്രി വന്നു കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നതൊക്കെ പല തരം കളറുള്ള വെള്ളം പോലെ ഇങ്ങനെ ചാടുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നേ ഒത്തിരി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. കാശി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി ചാടി നടപ്പുണ്ടായിരുന്നു കേട്ടോ.
മത്സ്യകന്യകയുടെ അവിടുത്തെ തിരക്ക് പോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നേ. അപ്പോൾ അതേ കാശി ഓടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചാൽ കിട്ടുന്നില്ലായിരുന്നേ. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ മേല് മൊത്തം നനയും കേട്ടോ. അതുപോലെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അതൊന്നും കാര്യം വെക്കുന്നില്ല കേട്ടോ കാശി. അവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ ഫോട്ടോസ് ഒരെണ്ണം എടുക്കാമോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നേ. ഞങ്ങളുടെ മേലും തലയും എല്ലാം വെള്ളം നനഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വരാതിരുന്ന കുറച്ച് നഷ്ടമായി പോയെന്ന് നമുക്ക് തോന്നി. അതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം കാണാനും. പിന്നെ ഞങ്ങൾ പോയത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് അച്ചാറൊക്കെ മേടിച്ച് അവിടെ ഒത്തിരി അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ നോക്കി നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളൊരു സൈസ് കുഞ്ഞു മാങ്ങയുടെ അച്ചാറും പിന്നെ മാങ്ങാ തൊലിയില്ലേ, മാങ്ങാ തൊലിയുടെ തൊലി അച്ചാറിട്ടതും കേട്ടോ മേടിച്ചത്. അവരിങ്ങനെ വഴി കൂടെ പോണ എല്ലാവർക്കും ഇങ്ങനെ കൈ കാണിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേടിക്കുന്നവരും മേടിക്കാത്തവരും എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടാട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങൾ പോയത് കാശിയുടെ ഓരോ കളിപ്പാട്ടം സെക്ഷനിലേക്കാണ്. അവനോരോ സാധനത്തിലൊക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നപ്പോൾ തന്നെ അവൻ ഈ കളിക്കുന്ന സാധനത്തിൽ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്തേ കയറാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാട്ടോ പോയത്. അവന് ശരിക്കും അങ്ങ് കയറാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ് ഈ സംഭവത്തിൽ കയറുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കയറാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു വിധത്തിൽ കയറി കേട്ടോ. ഇവൻ കയറും പിന്നെയും ഊർന്ന് താഴെ ചാടും, പിന്നെയും കയറും പിന്നെയും താഴെ ചാടും. അങ്ങനെ 3-4 പ്രാവശ്യം താഴെ ചാടി 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 പിന്നെ കയറി കേട്ടോ. കയറി മുകളിൽ നിന്ന് താഴെ വന്നേ. പിന്നെ അവിടെ നിന്ന് പോരുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നേ. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ കയറിയിട്ട് പോയിട്ടോ അടുത്ത സെക്ഷനിലേക്ക് പോയത്. പക്ഷേ ലാസ്റ്റ് ഇവൻ തന്നെയായി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാത്തിലും കയറി. പിന്നെ ബൈക്കിൽ കയറണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം ബൈക്കിൽ കയറ്റിട്ടോ. അതെന്തോ 10 റൗണ്ട് അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ കറങ്ങുന്നത്. പിന്നെ കാറയിലും കയറ്റി. കാറും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. 10 റൗണ്ട് അങ്ങനെയാണ് കറങ്ങുന്നത്. എത്ര രൂപയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. 100 ആണോ 50 ആണോ എന്നറിയത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. അത് കാശിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാറിനെ കഴിഞ്ഞും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബൈക്കാണേ കേട്ടോ. ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെ ഹാപ്പി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ കറങ്ങുന്ന ഈ ബൈക്കിൽ ഫസ്റ്റ് ടൈം ആട്ടോ കയറ്റുന്നത്. നേരത്തെയൊക്കെ ഇതുണ്ടെങ്കിലും കുഞ്ഞിതായിരുന്നുകൊണ്ട് കയറ്റിയിട്ടില്ല കേട്ടോ, വീഴുമെന്ന് പേടിച്ച്. പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ വീഴുമെന്ന്. അപ്പോൾ അവൻ പിടിച്ച് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നുണ്ടേ. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലും വേഗം വേഗം കയറാൻ പറ്റിയിട്ടോ. തിരക്കായിരുന്നെങ്കിൽ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. പിന്നെ ഞങ്ങളൊരു റൈഡിൽ കയറി കേട്ടോ. വലിയ സ്പീഡൊന്നും ഇല്ലാത്തൊരു റൈഡാണ് ഇത്. ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ട് വീട്ടിൽ പോയേ.